നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിൽ ആദായ നികുതിയിൽ വമ്പൻ ആശ്വാസ പ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവ് അനുവദിച്ച് ആദായ നികുതി അടയ്ക്കേണ്ട പരിധി ഉയർത്തി 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതിയില്ല. ഇതോടെ ബഹുഭൂരിപക്ഷം മാസശമ്പളക്കാർ ആദായ നികുതി പരിധിക്ക് പുറത്താകും. പുതിയ പരിഷ്കാരത്തിലൂടെ മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതേസമയം കേരളത്തിന് ബജറ്റിൽ പരിഗണനയില്ല. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് നികുതിയുമായി ബന്ധപ്പെട്ട ബജറ്റിലുള്ളത്. നികുതി ഘടനയിലെ മാറ്റമാണ് ബജറ്റിനെ ഇത്തവണ ജനപ്രിയമാക്കുന്നത്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. മധ്യ ഇടത്തരം വിഭാഗക്കാർക്കായി വൻ ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് 80,000 രൂപ ലാഭിക്കാം. 18 ലക്ഷമുള്ളവർക്ക് 70,000 ലാഭിക്കാം. 25 ലക്ഷമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയുടെ നേട്ടമാണ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാവുക. TDS-ഉം RICS-ഉം ഫയൽ ചെയ്യാനുള്ള കാലാവധി 4 വർഷമായി ഉയർത്തിയിട്ടുണ്ട്. ഇവ ഫയൽ ചെയ്യാതിരിക്കുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ലെന്നും പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. മൊബൈൽ ഫോണിനും ജീവൻ രക്ഷാ ഔഷധങ്ങൾക്കും വില കുറയുമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് സന്തോഷകരമാണ്. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്കുൾപ്പെടെ 7ഓളം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിലും കുറവ് വരും. ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ, സമുദ്ര ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയും വില കുറയുന്നവയുടെ പട്ടികയിലുണ്ട്. നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിന് വാരിക്കോരിയാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, കർഷകർക്ക് മഖാന ബോർഡ്, നാഷണൽ ഫുഡ് ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ബീഹാറിനായി പ്രഖ്യാപനം നിരവധിയാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് ബജറ്റ്. കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സംസ്ഥാനത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെടാത്ത ബജറ്റിൽ കേരളത്തിനായി യാതൊരു പ്രത്യേക പ്രഖ്യാപനങ്ങളുമില്ല. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും കേരളം കാത്തിരുന്ന എയിംസും ധനമന്ത്രി പരാമർശിച്ചതേയില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആവശ്യപ്പെട്ട 24,000 കോടിയുടെ പ്രത്യേക പാക്കേജും കിട്ടിയില്ല. സിൽവർ ലൈൻ പദ്ധതിയിലും കേരളത്തിന് ഇത്തവണത്തെ ബജറ്റിലും നിരാശ തന്നെയാണ്. രാജ്യത്തെയാകെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ആ പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി പ്രത്യേക പാക്കേജുകളൊന്നും പരാമർശിക്കാത്തതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ഏറ്റവുമധികം നിരാശയുണ്ടാക്കുന്നത്. സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രത്തിന് തുല്യനീതി ഇല്ലെന്നാണ് ബജറ്റിലെ പൊതുവെയുള്ള അഭിപ്രായം. വയനാടിന് പാക്കേജ് ഒന്നും പറഞ്ഞിട്ടില്ല. വിഴിഞ്ഞത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വിഴിഞ്ഞത്തിന് വേണ്ടി വകയിരുത്തലുകളും ഇല്ല. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ കേരളത്തിന് കഴിഞ്ഞ തവണ കിട്ടേണ്ടത് 73,000 കോടിയാണ്. പക്ഷേ കിട്ടിയത് 33,000 കോടി രൂപ മാത്രമാണ്. കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന അവഗണനയാണ് ബജറ്റിൽ കണ്ടത് എന്നാണ് സർക്കാർ ഭാഷ്യം. ഇത് കേരളമോ അതോ അതെ, സംശയിക്കാതിരിക്കാൻ തരമില്ല. ഒരു മടിയുമില്ലാതെ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന വാർത്തകൾ ഞെട്ടലോടെയാണ് കേരളം കാണുന്നത്. എന്താണ് മനുഷ്യ മനസ്സുകൾക്ക് സംഭവിക്കുന്നത്? നിസ്സാര കാരണങ്ങളെ ചൊല്ലിയുള്ള വാക്കുതർക്കങ്ങൾ പലതും അവസാനിക്കുന്നത് കൂട്ടക്കൊലപാതകങ്ങളിലേക്ക്. ദിനം പ്രതി വരുന്ന വാർത്തകൾ ആശങ്കയോടെയല്ലാതെ കാണാനാവില്ല. നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം അങ്ങനെ തള്ളിക്കളയാവുന്ന ഒന്നല്ല. വർഷങ്ങൾക്ക് മുമ്പും കുടുംബനാഥയെ കൊന്ന് ജാമ്യത്തിലിറങ്ങി വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളെ കൊല്ലുമെന്നുള്ള ഭീഷണിയും. പോലീസിൽ പരാതി പറഞ്ഞിട്ടും പോലീസ് മുഖവിലക്കെടുക്കാത്തതിന്റെ പരിണിത ഫലങ്ങൾ തങ്ങൾ അനാഥരായതിനു പിന്നിലെന്ന 2 പെൺകുട്ടികൾ അലമുറയിട്ട് കരഞ്ഞു പറയുമ്പോൾ ഈ ചോദ്യത്തിനുത്തരം ആര് നൽകും? പാലക്കാട് നെന്മാറയിൽ കൊലക്കേസ് പ്രതി അയൽവാസിയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് നടുക്കുന്ന സംഭവമായിരുന്നു. 2019 പ്രതി ചെന്താമര ആദ്യ കൊലപാതകം നടത്തിയത്. പോത്തുണ്ടി തുരുത്തപ്പാടം ബോയിൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കുടുംബവുമായി അകന്നു കഴിയുന്ന പ്രതി തന്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണക്കാർ മരിച്ച സജിത ഉൾപ്പെടെയുള്ള അയൽവാസികളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് സുജാതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മയെയും ഇയാൾ കൊലപ്പെടുത്തിയത്. അതും പരസ്യമായി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പറയുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതിരുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ആരോപണമുണ്ട്. കൃത്യം നിർവഹിച്ച പ്രതി വിദഗ്ധമായി മുങ്ങുകയും ചെയ്തു. പ്രതിയെ കണ്ടെത്താത്തതിൽ ജനരോഷവും അണപൊട്ടിയതോടെ പോലീസ് അതിവിദഗ്ധമായി പ്രതിയെ പൊക്കുകയും ചെയ്തു.
നാട്ടുകാരും പോലീസും പലവട്ടം തെരച്ചിൽ നടത്തുന്നത് കണ്ടതായി നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര പറഞ്ഞു. ഡ്രോൺ പായുന്നതും പോലീസും നാട്ടുകാരും തിരയുന്നതും കണ്ടു. ഇതെല്ലാം കണ്ട് കാട്ടിനുള്ളിൽ പതുങ്ങിയിരുന്നുവെന്നും ചെന്താമര പിടിയിലായപ്പോൾ പോലീസിനോട് പറഞ്ഞു. ഭാര്യ, മകൾ, മരുമകൻ ഉൾപ്പെടെ 3 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. ഭാവവ്യത്യാസമില്ലാതെയാണ് പ്രതി പോലീസിനോട് കൊലപാതകങ്ങളെക്കുറിച്ച് വിവരിച്ചത്. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് സുധാകരനെ കൊലപ്പെടുത്താൻ കാരണം. തലേദിവസം സുധാകരനുമായി തർക്കമുണ്ടായി. ഭാര്യയെ കൊന്നതിന് കാണിച്ചു തരാം എന്ന് സുധാകരൻ പറഞ്ഞു. ഇതോടെയാണ് സുധാകരനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും പ്രതി മൊഴി നൽകി. 2019 കൊലപാതകം നടത്തിയ ശേഷവും ഒളിവിൽ പോയ ചെന്താമര വിശന്നു വലഞ്ഞ് കുടുംബ വീട്ടിലെത്തിയപ്പോഴാണ് അന്നും പോലീസ് പിടികൂടിയത്. ഇക്കാര്യം അറിയാവുന്ന പോലീസ് പോത്തുണ്ടി മലയിൽ നിന്നുള്ള വഴികളിൽ കാത്തുനിന്നത് ചെന്താമര അറിഞ്ഞില്ല. വീടിന് സമീപത്തെ വയലിലൂടെ നടന്നു വരുമ്പോൾ പ്രതിയെ പോലീസ് പിടികൂടി. ഓടാനോ ഒളിക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള ശേഷി വിശപ്പിന്റെ കാഠിന്യത്തിൽ ചെന്താമരയ്ക്കില്ലായിരുന്നു. 10:30 പ്രതി പിടിയിലായ വിവരം പോലീസ് സ്ഥിരീകരിച്ചു. ഇതോടെ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി. പ്രതിയെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നും തങ്ങൾ കൈകാര്യം ചെയ്യാമെന്നും ജനക്കൂട്ടം ആക്രോശിച്ചു. രോഷാകുലരായ നാട്ടുകാരെ പിരിച്ചുവിടാൻ പോലീസ് പണിപ്പെട്ടു. ജനക്കൂട്ടത്തെ നിയന്ത്രിച്ച ശേഷം പ്രതിയെ നെന്മാറ സ്റ്റേഷനിലെത്തിച്ചു. അപ്പോഴും ഒട്ടും കുറ്റബോധമില്ലാത്ത ഭാവത്തിൽ തല ഉയർത്തി ചെന്താമര മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. സ്റ്റേഷനിലെത്തിയ പ്രതി ആദ്യം ആവശ്യപ്പെട്ടത് ഭക്ഷണം വേണമെന്നാണ്. 4 ഇഡ്ഡലിയും ഓംലേറ്റും പോലീസ് വാങ്ങി നൽകി. തന്റെ ഭാര്യയടക്കം 5 പേരെ കൊല്ലാനായിരുന്നു പദ്ധതിയെന്നും ഇനിയും 3 പേർ ബാക്കിയുണ്ടെന്നും കൂസലില്ലാതെയാണ് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത്. ചെന്താമരയെ തൂക്കിക്കൊല്ലാതെ തങ്ങൾക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് അറസ്റ്റിന് ശേഷം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. ഇരട്ടക്കൊലയ്ക്ക് ശേഷം 36 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞ ചെന്താമര ഒടുവിൽ വിശപ്പിന് മുന്നിൽ വീണുപോയെന്ന് പറയാം. വിശന്ന് വലഞ്ഞ് ഒളിത്താവളം വിടും വരെ പോലീസിനും പ്രതിയെ പിടികൂടാനായില്ല എന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യും. പോലീസിന് ഏറെ നാണക്കേടുണ്ടാക്കിയ കേസിൽ പ്രതി പിടിയിലായെങ്കിലും ആശങ്ക വിട്ടൊഴിയുന്നില്ല. പലരെയും കൊല്ലാനുണ്ടെന്ന പ്രതി ആക്രോശിക്കുമ്പോൾ ഇനിയും അത് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കരുത്. 2 പെൺകുട്ടികളാണ് അനാഥരായത്. ഒരു കുടുംബമാണ് ഇല്ലാതായത്. ഇനിയും മറ്റൊരു ജീവൻ എടുക്കാൻ ഇയാൾ പുറത്തു വന്നുകൂടാ. ശിക്ഷിക്കപ്പെടണം, പുറത്തു വരാനാവാത്ത രീതിയിൽ തന്നെ. കലി തുള്ളുന്ന ദുഷിച്ച കാലം. വർത്തമാനകാല സംഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് കെട്ട കാലത്തിനാണ്. കലയുടെ ആലയങ്ങൾ ആക്രമണത്തിന്റെ രക്തക്കളമാകുന്നു. എന്താണ് യുവതലമുറകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വെട്ടും കുത്തും തുടങ്ങി ആക്രമണ പരമ്പര അഴിച്ചുവിടുന്ന ഇവരുടെയെല്ലാം ഭാവി എന്തായിരിക്കും? സൗഹൃദത്തിന്റെ നന്മകൾ ആഘോഷമാക്കേണ്ട കാലത്ത് വൈരാഗ്യത്തിന്റെ പകപോക്കൽ. പറഞ്ഞു വന്നത് തൃശൂരിൽ നടന്ന ഡി-സോൺ കലോത്സവത്തെക്കുറിച്ചാണ്. കലാമാമാങ്കം പൊടി പൊടിക്കേണ്ട കോളേജിൽ മുറ്റത്ത് അടിമാമാങ്കമായെന്ന് ചുരുക്കം. ഒടുവിൽ കലോത്സവം നിർത്തിവെക്കുകയും ചെയ്തു. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിൽ KSU SFI പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. സ്കിറ്റ് മത്സരത്തിന് പിന്നാലെയായിരുന്നു സംഘർഷം. മത്സരങ്ങൾ വളരെ വൈകിയാണ് തുടങ്ങിയിരുന്നത്. ഇത് SFI ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെയാണ് ക്രൂരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായത്. കേരളവർമ്മ കോളേജിലെ SFI പ്രവർത്തകനെ KSU പ്രവർത്തകർ മാരകമായി ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. നിലത്ത് വീണ വിദ്യാർത്ഥിയെ കസേരകൾ കൊണ്ടും വടികൊണ്ടും വളഞ്ഞിട്ടടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദ്യാർത്ഥിയെ ആക്രമിച്ചത്. പിന്നാലെ പരസ്പരം പ്രവർത്തകർ ഏറ്റുമുട്ടി. പോലീസ് എത്തി ലാത്തി വീശിയതോടെയാണ് സംഘർഷം അയഞ്ഞത്. ഇതോടെ കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം നിർത്തിവെച്ചു. പരിക്കേറ്റവരുമായി ആശുപത്രിയിലേക്ക് പോകും വഴിയും ആക്രമണമുണ്ടായി. KSU നേതാക്കളെ കൊണ്ടുപോയ ആംബുലൻസ് കൊരട്ടിയിൽ വെച്ച് ആക്രമിച്ചു. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം ഉണ്ടാക്കിയെന്നാണ് SFI ആരോപണം. SFI പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് KSUവും ആരോപിച്ചു. രാഷ്ട്രീയം ആവശ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കുന്നതും നല്ലതാണ്. പക്ഷേ അത് അക്രമ രാഷ്ട്രീയമാകരുത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പറഞ്ഞു തീർക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ചോരത്തിളപ്പിന്റെയും ഹുങ്ക് കാണിച്ച് എന്ത് അംഗീകാരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ആവശ്യത്തിലധികം സൗകര്യങ്ങളോടെ മക്കളുടെ നല്ല ഭാവി സ്വപ്നം കണ്ട് കോളേജുകളിൽ പഠിക്കാൻ വിടുന്ന സ്വന്തം മാതാപിതാക്കളുടെ മുഖമെങ്കിലും നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. തട്ടിപ്പും വെട്ടിപ്പും തൊഴിലാക്കി നടക്കുന്ന കൂട്ടർ.
മറ്റുള്ളവരുടെ വിയർപ്പിന്റെ പ്രതിഫലം മനസാക്ഷിക്കുത്തില്ലാതെ തട്ടിയെടുത്ത് സുഖജീവിതം നയിക്കുന്ന വില്ലന്മാർ. ഈ ഇകഴ്ത്തൽ പരാമർശം ലോട്ടറി തട്ടിപ്പുകാരെ കുറിച്ചാണ്. സാധാരണക്കാരെ പറ്റിച്ചാണ് ഇപ്പോൾ ഇവരുടെ വിലസൽ. പ്രത്യേകിച്ച് പ്രായമായവരും വൈകല്യമുള്ളവരുമാണ് ലോട്ടറി തൊഴിലാളികളിൽ ഏറെയും. ലോട്ടറി വ്യാജന്മാരുടെ ഇരകളാവുന്നതും ഇക്കൂട്ടർ തന്നെയാണ്. പരാതി നൽകിയാലും ലോട്ടറി തട്ടിപ്പുകാരെ കുറിച്ച് പിന്നീട് ഒരു വിവരമോ അറസ്റ്റോ ഉണ്ടാകാത്തതും ഇത്തരക്കാർക്ക് തണലാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാനും സാധിക്കില്ല. കുന്നംകുളം, ഗുരുവായൂർ, വടക്കേക്കാട് മേഖലകളിലാണ് ലോട്ടറി തട്ടിപ്പുകാർ വിലസുന്നത്. ചില്ലറ ലോട്ടറി വിൽപ്പനക്കാരെയാണ് തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത്. ലോട്ടറി എടുക്കാനെന്ന വ്യാജേന എത്തുന്ന തട്ടിപ്പുകാർ ലോട്ടറി വാങ്ങി നോക്കുകയും പിന്നീട് തിരിച്ചേൽപ്പിക്കുമ്പോൾ പഴയ ലോട്ടറികൾ നൽകുകയുമാണ് ചെയ്യുന്നത്. വിൽപ്പനക്കാർ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറുമില്ല. പിന്നീട് മറ്റൊരാൾ വന്ന് ലോട്ടറി എടുക്കുമ്പോഴായിരിക്കും താൻ പറ്റിക്കപ്പെട്ട വിവരം അറിയുന്നത്. അപ്പോഴേക്കും വ്യാജന്മാർ എത്തേണ്ടിടത്ത് എത്തിയിട്ടുമുണ്ടാകും. നായരങ്ങാടി സെന്ററിൽ ലോട്ടറി വിൽപ്പനക്കാരനായ വയലത്തൂർ സ്വദേശി കണ്ണന്റെ കയ്യിൽ നിന്ന് 200 ലോട്ടറികളാണ് തട്ടിയെടുത്തത്. 10,000 രൂപയോളമാണ് ഇയാൾക്ക് നഷ്ടമായത്. കോട്ടപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് അലിയിൽ നിന്നും കാവലക്കാട് ഭാഗത്ത് വെച്ച 340 ടിക്കറ്റോളം തട്ടിയെടുത്തു. 12,000 രൂപയും നഷ്ടമായി. കണ്ണൻ വടക്കേക്കാട് സ്റ്റേഷനിലും മുഹമ്മദ് അലി കണ്ടാണിശ്ശേരി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. പോലീസ് പരിസരത്തുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല. നിരപരാധികളായ വിൽപ്പനക്കാരാണ് തട്ടിപ്പിനിരയാകുന്നത്. പരാതികൾ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഞാൻ അത്തിലേട്ടനോട് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകാൻ ഈ ചെങ്ങായി ഒരു കാരണം വന്നു 4 ടിക്കറ്റ് മേടിച്ച് 200 കൊടുത്തു 50 ബാക്കി കൊടുത്തു. അങ്ങനെ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ആ പോക്കറ്റ് റോഡിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ അവിടെ കാത്തുനിന്ന് കാണിച്ച് 4 ടിക്കറ്റ് കൂടി വേണം പറഞ്ഞ് അങ്ങനെ 3 ടിക്കറ്റ് മേടിച്ച് കാണിച്ച് 150 തന്ന് 30 തിരിച്ചു കൊടുക്കണമെന്ന് വെച്ച് ഇയാളുടെ കയ്യിൽ കവറുണ്ട് കല്ല്. ഈ കല്ലിൻ്റെ മാറ്റി പെട്ടെന്ന് ഇട്ട് അതിൽ പാക്സുണ്ട്. ഈ പാക്സിൻ്റെ മാർക്കറ്റിലാണ് അയാളെ പഴയ ടിക്കറ്റ് വെച്ചിരുന്നത്. അങ്ങനെ മൊത്തം ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ തിരിച്ചു നോക്കുമ്പോൾ പല കളറും പല ഇതൊന്നും അങ്ങനെ ഇടാന്ന് വിളിക്കുമ്പോഴേക്ക് എനിക്ക് ഗുരുവായൂർ പോകണം പറഞ്ഞിട്ട് ഒറ്റ പോകും. ഇക്കാര്യത്തിലുള്ള പോലീസിന്റെ കെടുകാര്യസ്ഥതയും വില്ലനാകുന്നുണ്ട്. ലോട്ടറി പരാതികൾ പലപ്പോഴും പോലീസ് വേണ്ട രീതിയിൽ ഗൗനിക്കാറില്ല എന്ന പരക്കെ ആക്ഷേപമുണ്ട്. ഉപജീവന മാർഗത്തിനായി ജോലി ചെയ്യാൻ പോലും നാട്ടിൽ പറ്റുന്നില്ല എന്നതിൽ നിയമപാലകരുടെ കൂടി ഉത്തരവാദിത്തമില്ലായ്മയുണ്ട്. ഇനിയെങ്കിലും ലോട്ടറി വ്യാജന്മാരെ വിലസാൻ അനുവദിക്കരുത്. ലോട്ടറി തട്ടിപ്പുകാർ പിടിക്കപ്പെടുകയും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും അനിവാര്യമായിരിക്കുകയാണ്. വേണ്ട വിധത്തിൽ തന്നെ പോലീസ് ഇടപെടുകയും പ്രതികളെ കണ്ടെത്തുകയും ചെയ്താൽ ഒരു പരിധിവരെ തട്ടിപ്പുകാരുടെ ശല്യത്തിന് പരിഹാരമാകും. വികസനങ്ങൾ അനിവാര്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലോ? വെറും ദുരിതം എന്ന് പറഞ്ഞാൽ പോരാ. ജീവനും ജീവിതവും ഭീഷണിയാകുന്ന അപകടങ്ങൾ ഉണ്ടായാലോ? വികസനത്തിന്റെ പേരിൽ കണ്ണടച്ച് കളയേണ്ട കാര്യമല്ല ഇത്. അപകടങ്ങൾ പതിവ്, അത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടും കണ്ടില്ലെന്ന മട്ട്. ഒടുവിൽ അപകടത്തിന്റെ തോത് വർദ്ധിച്ചു. എന്നിട്ടും നടപടിയെടുക്കാൻ ഭാവമില്ലെങ്കിൽ പൊതുജനങ്ങൾ തെരുവിൽ ഇറങ്ങുമെന്നതിൽ ഒരു തർക്കവുമില്ല. ദേശീയപാത വികസനത്തിനായുള്ള മണ്ണെടുപ്പാണ് വാഗ-മറ്റം റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാക്കുന്നത്. ഇരുചക്രവാഹന യാത്രികർ തെന്നി വീഴുന്നത് നിത്യസംഭവമാണ്. വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ യുവതിക്ക് സാരമായി പരിക്കേറ്റു. വാഗ എടക്കളത്തൂർ വീട്ടിൽ അർജുൻ ഭാര്യ മീനുവിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ 5 മാസത്തിലേറെയായി എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നാണ് വലിയ കുന്നുകളിടിച്ച് ദേശീയപാത വികസനത്തിനായി മണ്ണെടുക്കുന്നത്. പകൽ സമയങ്ങളിൽ ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നത് പ്രദേശവാസികളുടെ ജീവിതത്തെ ബാധിച്ചതോടെ പാവർട്ടി പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികൾ ഇടപെട്ട് രാത്രി സമയത്തേക്ക് മാറ്റിയിരുന്നു. ദിനംപ്രതി 50ഓളം ടോറസ് ലോറികളാണ് ചേലൂരിൽ നിന്ന് മണ്ണുമായി റോഡ് നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് പോകുന്നത്. ടോറസ് ലോറികളിൽ ഉൾക്കൊള്ളാവുന്നതിലധികം മണ്ണ് നിറച്ചു പോകുന്നതിനാൽ വാഹനത്തിൽ നിന്നും റോഡിലേക്ക് മണ്ണ് വീഴുന്നത് പതിവാണ്. മണ്ണിന്റെ പൊടി സമീപത്തെ വീടുകളിലേക്ക് കാറ്റടിച്ച് എത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് കരാറുകാരൻ റോഡിൽ വീണ് കിടക്കുന്ന മണ്ണിന് മുകളിലേക്ക് വെള്ളം അടിക്കുന്നതിനാൽ രാവിലെ സമയങ്ങളിൽ റോഡിൽ ചെളിക്കുളത്തിന് സമാനമാണ്. മാസങ്ങളായി പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനായ പ്രസാദ് വാഗ പറഞ്ഞു. റോഡ് വികസനത്തിനായി മണ്ണെടുക്കുന്നതിലല്ല പ്രതിഷേധം, മറിച്ച് കരാറുകാരൻ റോഡ് ചെളിക്കുളമാക്കി മാറ്റി യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നതിലാണ്. രാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാർ ഒറ്റക്കെട്ടായാണ് പ്രതിഷേധിക്കുന്നത്. സുഗമമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും
മണ്ണെടുപ്പ് തടയുമെന്നും പ്രസാദ് കൂട്ടിച്ചേർത്തു. വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളും ജോലിക്ക് പോകുന്നവരും യാത്ര ചെയ്യുന്നതിനാൽ റോഡിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണിത്. ഈ സമയത്താണ് അപകടങ്ങളിൽ ഏറെയും നടക്കുന്നത്. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വാഗ സ്വദേശിനി മീനു ജോലിക്ക് പോകുന്നതിനിടെയാണ് സ്കൂട്ടർ ചെളിയിൽ നിന്ന് തെന്നി വീണ് അപകടത്തിൽപ്പെട്ടത്. കൈക്കും മുഖത്തിനും സാരമായി പരിക്കേറ്റ മീനുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിന് പകരം രാത്രിയിൽ ഒരുപാട് ടോറസുകൾ വന്നിട്ട് ഇവിടുന്ന് മണ്ണടിച്ച് കൊണ്ടുപോയിട്ട് ഓവർലോഡ് കയറ്റി വന്ന് ഈ റോഡിലൂടെ മുഴുവൻ മണ്ണ് ഈ TFPC റോഡ് പണി കഴിഞ്ഞിട്ട് ഏകദേശം അധികമായിട്ടില്ല. ഈ റോഡിൻ്റെ അവസ്ഥ ഒന്ന് കാണണം. അത്രയും മോശമായ രീതിയിലാണ് ഇത്രയും സ്മൂത്തായി കിടക്കുന്ന ഈ റോഡിൻ്റെ മുകളിലേക്ക് മണ്ണ് വന്നു വീഴുകയും അതിൻ്റെ മുകളിൽ രാവിലെ ഇവരെ ഒരു അത് ആളുകളെ കാണിക്കുന്ന ഒരു പ്രഹസനം എന്നുള്ള നിലയിൽ കുറച്ച് വെള്ളം നനയ്ക്കും. ആ നനയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ വരുന്ന സമയമാണ്. ഒരു 7 മണി 7 തൊട്ട് 9-9 വരെ ഈ റോഡ് നിറയെ വണ്ടികൾ പോകുന്ന ഒരു സാഹചര്യമാണ്. ആ വണ്ടിയിൽ പോകുന്ന ആളുകൾ നിരന്തരമായി വീഴാണ്. മണ്ണ് കൊണ്ടുപോകണമെന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ. പക്ഷെ അതിനെല്ലാം ഇവർ കാണിക്കുന്ന ഈ വാറോല അല്ലെങ്കിൽ പേപ്പറുകൾ ഇതൊക്കെ സത്യം തന്നെയാണെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. പക്ഷെ ജനങ്ങൾക്ക് യാത്രാ ദുരിതം ഉണ്ടാക്കുന്ന രീതിയിൽ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ ശക്തമായ എതിർപ്പുണ്ടാവും. ഇവിടുന്ന് മണ്ണെടുപ്പ് നിങ്ങൾ തടയുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. ഒന്നും രണ്ടുമല്ല, ദിനം പ്രതി റോഡിൽ കൂടി പായുന്ന മണ്ണെടുപ്പ് ലോറികളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ പൊടിശല്യവും മറ്റും വർദ്ധിക്കുകയും അതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ പേറേണ്ടി വരികയും ചെയ്യും. വികസനത്തിന് ആരും എതിരല്ല. എന്നാൽ തങ്ങളുടെ ദുരിതങ്ങൾ കൂടി പരിഗണിച്ച് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന പൊതുജനത്തിന്റെ ആവശ്യം ന്യായമാണ്. കരാറുകാർ ഇക്കാര്യം അവഗണിക്കുകയാണെങ്കിൽ ഇയാളെക്കൊണ്ട് പരിഹാരം കാണിപ്പിക്കാൻ അധികാരികൾക്ക് കഴിയണം. അതാണല്ലോ അധികാരത്തിന്റെ പവർ. VVIPകൾ കൂടുതൽ എത്തുന്ന ഇടമാണ് ഗുരുവായൂർ ക്ഷേത്രം. പലപ്പോഴും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിലിറങ്ങി പിന്നീട് കാർ മാർഗമാണ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും ക്ഷേത്രത്തിലെത്താറുള്ളത്. അതുകൊണ്ട് ക്ഷേത്രത്തിനടുത്ത് തന്നെ ഹെലിപാഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന നീണ്ട കാലമായുള്ള ചർച്ചയും ആവശ്യവുമായിരുന്നു. ഒടുവിൽ ഇക്കാര്യത്തിൽ തീരുമാനമായി. ഇനി കൂടുതൽ VVIPകൾക്ക് സൗകര്യമായി കണ്ണന്റെ അടുത്തെത്താം. ഗുരുവായൂർ നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് മുകളിൽ ഹെലിപാഡ് പണിയുന്നതിനുള്ള കോർ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് അങ്ങനെ കൌൺസിൽ യോഗം അനുമതി നൽകി. ഏറെ നേരം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഹെലിപാഡിന് കൌൺസിൽ അനുമതി നൽകിയത്. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം ഹെലിപാഡ് പോലെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം എന്ന് BJP കൌൺസിലർ ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു. കാനയ്ക്ക് സ്ലാബ് ഇടണമെന്ന് 3 മാസമായി ആവശ്യപ്പെട്ടിട്ടും നടന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് ബസ്സുകൾ പോലും പാർക്ക് ചെയ്യാൻ കഴിയാത്ത പാർക്കിംഗ് കേന്ദ്രത്തിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ സൗകര്യമൊരുക്കുന്നതെന്ന് അവർ ചോദിച്ചു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഹെലിപാഡ് നിർമ്മിക്കുന്നത്. ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടെയായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. നഗരസഭാ ബസ് സ്റ്റാൻഡ് സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് 5 കോടി രൂപ കേന്ദ്ര സർക്കാർ സഹായം ലഭിച്ചതായി ചെയർമാൻ കൃഷ്ണദാസ് അറിയിച്ചു. തുടർന്നും സഹായം ലഭിക്കുന്നതിനായി നഗരകാര്യ സമിതിയെ സമീപിക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നതിന് രാഷ്ട്രീയത്തിന് അതീതമായി പ്രയത്നിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. 43 അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. രാവിലെ 11 തുടങ്ങിയ യോഗം വൈകിട്ട് 6 അവസാനിപ്പിച്ചത്. യോഗത്തിൽ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചർച്ചയ്ക്ക് വേണ്ടി സമയം കുറച്ചധികം ചിലവഴിച്ചെങ്കിലും വലിയൊരു കാര്യത്തിന് തീരുമാനമായി. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് കാർ പാർക്കിംഗിന് മുകളിൽ സൗകര്യം ഒരുക്കിയതുകൊണ്ട് ഇനി വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മതി. വികസനങ്ങൾ അനിവാര്യമാണല്ലോ. അതാണല്ലോ നാടിന്റെ വളർച്ചയ്ക്ക് വഴിവെക്കുന്നത്. വാർത്തകളും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.